നമസ്കാരം. കറണ്ട് അഫയേഴ്സ് സീരീസിൽ ഇന്നത്തെ ക്ലാസ്സിൽ 2026 ജനുവരി മാസത്തിലെ കേരളവുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ക്ലാസ്സിനകത്ത് പറയുന്നത്. അല്ലാത്ത കാര്യങ്ങൾ നോട്ട്സിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതുപോലെ ആസ്ഥ അക്കാഡമിയുടെ ഓൺലൈൻ കോഴ്സുകളിൽ പങ്കെടുക്കുന്നതിനും ഞങ്ങളുടെ മറ്റ് സേവനങ്ങൾക്കുമായി ആസ്ഥ അക്കാഡമി കേരള എന്ന ഞങ്ങളുടെ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഇവിടെ നടക്കുന്ന ക്ലാസ്സുകളുടെ PDF നോട്ട്സിനായിട്ട് ഞങ്ങളുടെ ടെലഗ്രാം ചാനൽ കൂടി അംഗമാവുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിനകത്തോട്ട് വരാം. അതിനു മുമ്പ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ അടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഈ കറണ്ട് അഫയേഴ്സ് നമ്മൾ പഠിച്ചു വരുന്ന കറണ്ട് അഫയേഴ്സ് ഉണ്ട്. അതെല്ലാം കൂടി ക്രോഡീകരിച്ചുകൊണ്ട് ആസ്ഥ അക്കാഡമി തയ്യാറാക്കിയ ഏറ്റവും പുതിയ പുസ്തകമാണ് ഞാൻ ഇന്ന് പറയുന്നത്. അതായത് 2026 ജനുവരി 31 വരെയുള്ള കാര്യങ്ങൾ ഈ പുസ്തകത്തിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. 135 രൂപയാണ് വില. 208 പേജുകളാണുള്ളത്. എന്ന് പറഞ്ഞാൽ A5 സൈസിൽ 208 പേജ്. അതായത് കുറച്ച് പേജുകളേ ഉള്ളൂ. പെട്ടെന്ന് വായിച്ച് പഠിച്ച് തീർക്കാൻ പറ്റുന്ന വിധത്തിലുള്ള പുസ്തകം. ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടില്ല. 2023 മുതലുള്ള കറണ്ട് അഫയേഴ്സ് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. 2023 കറണ്ട് അഫയേഴ്സൊക്കെ വേണമോ എന്ന് നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചാൽ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രമേ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ. 2023-24 വർഷങ്ങളിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട്. എന്നാൽ 2025-നും 2026-നും കൂടുതൽ പ്രാധാന്യം കൊടുത്ത് തയ്യാറാക്കിയിരിക്കുന്ന ഒരു പുസ്തകമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ മുടക്കുന്ന കാശിന് വർത്താകുന്ന ഒരു പുസ്തകമാണ്. 135 രൂപ മാത്രമേ വിലയുള്ളൂ. അപ്പോൾ ഈ പുസ്തകം ആവശ്യമുള്ളവർ താഴെ കാണുന്ന ഈ നമ്പറിലോട്ട് വിളിക്കുക. നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ആസ്ഥ അക്കാഡമിയുടെ UPI ID വഴിയാണ്. വേറെ ഏതെങ്കിലും വിധത്തിൽ ഫോൺ നമ്പറിലൂടെയോ QR കോഡിലൂടെയോ പേയ്മെൻറ്റ് ചെയ്യരുത്. ആസ്ഥ അക്കാഡമിയുടെ QR.aastac@SIB എന്ന് പറയുന്ന UPI ID മാത്രമേ എന്ത് ചെയ്യാവൂ, പേയ്മെൻറ്റ് ചെയ്യാവൂ. ശരി, അത് അവിടെ നിൽക്കട്ടെ. നമുക്ക് ക്ലാസ്സിനകത്തോട്ട് വരാം. ഞാൻ അജിത് സുമേരു. ഏവർക്കും ആസ്ഥ അക്കാഡമിയുടെ YouTube ചാനലിലേക്ക് സ്വാഗതം. ശരി, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ പോയിന്റിലോട്ട് വരാം. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യമാണ്. കേരള ഹൈക്കോടതിയുടെ 39ാമത് ചീഫ് ജസ്റ്റിസ് ആയിരുന്നത് ജസ്റ്റിസ് നിതിൻ മധുകർ ജംദാറാണ്, അല്ലേ? പക്ഷേ ഇപ്പോൾ കേരള ഹൈക്കോടതിക്ക് പുതിയ ഒരു ചീഫ് ജസ്റ്റിസ് വന്നു. അതായത് കേരള ഹൈക്കോടതിയുടെ 40ാമത് ചീഫ് ജസ്റ്റിസ് ആയിട്ട് ഇപ്പോൾ നിയമിക്കപ്പെട്ടത് ആര് എന്ന് ചോദിച്ചാൽ അത് ജസ്റ്റിസ് സൗമെൻ സെൻ ആണ്. ആരാണ്? ജസ്റ്റിസ് സൗമെൻ സെൻ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ പോയിന്റ് അതാണ്. കേരള ഹൈക്കോടതിയുടെ 40ാമത് ചീഫ് ജസ്റ്റിസ് ആയിട്ട് നിയമിക്കപ്പെട്ടത് ആര് എന്ന് ചോദിച്ചാൽ ജസ്റ്റിസ് സൗമെൻ സെൻ ആണ്. അത് പറയുമ്പോൾ കുറച്ച് കാര്യങ്ങൾ അല്ലാതെ ഒന്ന് മനസ്സിലാക്കി വെക്കണം. കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആകുന്ന ആദ്യ വ്യക്തി ആരാണ്? കേരള ഹൈക്കോടതിയിൽ ചീഫ് ജസ്റ്റിസ് ആകുന്ന ആദ്യ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ജസ്റ്റിസ് KT കോശിയാണ്. അതേസമയം കേരള ഹൈക്കോടതിയിൽ ചീഫ് ജസ്റ്റിസ് ആകുന്ന ആദ്യ വനിത ആര് എന്ന് ചോദിച്ചാൽ അത് ജസ്റ്റിസ് സുജാത മനോഹറാണ്. എന്നാൽ കേരള ഹൈക്കോടതിയിൽ ചീഫ് ജസ്റ്റിസ് ആകുന്ന ആദ്യ മലയാളി വനിത ആര് എന്ന് ചോദിച്ചാൽ അത് ജസ്റ്റിസ് KK ഉഷയാണ്, അല്ലേ? അപ്പോൾ അവസാനം പറഞ്ഞ 2 പോയിന്റുകൾ അത് തമ്മിലുള്ള വ്യത്യാസം കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. കേരള ഹൈക്കോടതിയിൽ ചീഫ് ജസ്റ്റിസ് ആകുന്ന ആദ്യ വനിത അത് ജസ്റ്റിസ് സുജാത മനോഹർ. അതിനുശേഷമാണ് കേരള ഹൈക്കോടതിയിൽ മലയാളി ആയിട്ടുള്ള ഒരു വനിത ചീഫ് ജസ്റ്റിസ് ആകുന്നത്. അതാരാണ്? അത് ജസ്റ്റിസ് KK ഉഷയാണ്. അപ്പോൾ ആ കാര്യങ്ങൾ അവിടെ ശ്രദ്ധിച്ചു വെക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഒരു പോയിന്റിലോട്ട് വരാം. നമുക്കറിയാവുന്ന കാര്യമാണ്, മലയാള ചലച്ചിത്ര മേഖലയിൽ കേരള സർക്കാർ നൽകുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരമാണ് JC ഡാനിയൽ പുരസ്കാരം, അല്ലേ? 2024 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്ന് ചോദിച്ചാൽ അത് നടി ശാരദയ്ക്കാണ്. നമ്മുടെ മലയാള സിനിമയിലെ ആദ്യകാല നായിക നടിമാരിൽ പ്രധാനിയായിട്ടുള്ള ഒരു നടിയാണ് ആര്? നടി ശാരദ. അപ്പോൾ 2024 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? നടി ശാരദയ്ക്കാണ്. ശാരദയുടെ കാര്യം പറയുമ്പോൾ നിങ്ങൾ അവിടെ ശ്രദ്ധിച്ചു വെക്കേണ്ട കാര്യം, മലയാള സിനിമാ ചരിത്രത്തിൽ ആദ്യമായിട്ട് മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം നേടുന്നത് ശാരദയാണ്.
മലയാള സിനിമാ ചരിത്രത്തിൽ ആദ്യമായിട്ട് മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം നേടുന്നത് ശാരദയാണ്. തുലാഭാരം എന്ന് പറയുന്ന സിനിമ 1968 തുലാഭാരം എന്ന് പറയുന്ന സിനിമയിലെ അഭിനയത്തിനാണ് ശാരദയ്ക്ക് ആദ്യമായിട്ട് ദേശീയ പുരസ്കാരം, മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം ലഭിക്കുന്നത്. മലയാളത്തിലും അത് തന്നെയാണ്, മലയാള സിനിമയിലും അത് തന്നെയാണ് ആദ്യമായിട്ട് മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം ലഭിക്കുന്നത്. ആർക്കാണ്? ശാരദയ്ക്കാണ്. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു സിനിമ വരും, സ്വയംവരം. അടൂർ ഗോപാലകൃഷ്ണന്റെ സിനിമയാണ്. സ്വയംവരത്തിലെ അഭിനയത്തിനും ശാരദയ്ക്ക് എന്ത് ലഭിച്ചിട്ടുണ്ട്? മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. പിന്നെ ഒരു തെലുങ്ക് സിനിമയിലെ അഭിനയത്തിനും മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം ശാരദയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം 3 തവണ നേടിയ നടിയാണ് ആര്? ശാരദ. ആ ശാരദയ്ക്കാണ് 2024 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത്. ഇനി അവിടെ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്. ശാരദ മലയാളിയല്ല, ആന്ധ്രാപ്രദേശുകാരിയാണ്. മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ ആദ്യ മലയാളി ആര് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം വേറെയാണ്. അത് നടി മോനിഷയാണ്. കാർ അപകടത്തിൽ മരണപ്പെട്ട ഒരു നടിയുണ്ട്, നടി മോനിഷയാണ്. നഗക്ഷതങ്ങൾ എന്ന് പറയുന്ന സിനിമയിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം ആദ്യം നേടുന്ന മലയാളി. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്തൊരു ചോദ്യത്തിലോട്ട് വരാം. KSRTCയുടെ ഗുഡ്വിൽ അംബാസിഡറായി നിയമിക്കപ്പെട്ടത് ആരാണ്? KSRTCയുടെ ഗുഡ്വിൽ അംബാസിഡറായിട്ട് നിയമിക്കപ്പെട്ടത് ആരെന്ന് ചോദിച്ചാൽ നടൻ മോഹൻലാലാണ്. ആരാണ്? നടൻ മോഹൻലാലാണ് KSRTCയുടെ ഗുഡ്വിൽ അംബാസിഡറായിട്ട് നിയമിക്കപ്പെട്ടത്. ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു പോയിന്റിലോട്ട് വരാം. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ. സംസ്ഥാന വനിതാ കമ്മീഷന്റെ അധ്യക്ഷ P സതീദേവിയാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? സംസ്ഥാന വനിതാ കമ്മീഷൻ ഈ അടുത്ത കാലത്തായിട്ട് ഒരു പ്രചരണ പരിപാടിക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. ആ പ്രചരണ പരിപാടിയാണ് പറന്നുയരാം കരുത്തോടെ. ആ പ്രചരണ പരിപാടിയാണ് ഏത്? പറന്നുയരാം കരുത്തോടെ. അപ്പോൾ ഈ പ്രചരണ പരിപാടി നടത്തുന്ന ആരാണ്? സംസ്ഥാന വനിതാ കമ്മീഷൻ. കേരളത്തിലെ വനിതകളെ അവരുടെ ജീവിത പ്രാരാബ്ദങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് പ്രാപ്തരാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രചരണ പരിപാടിയാണ് പറന്നുയരാം കരുത്തോടെ എന്ന് പറയുന്ന പ്രചരണ പരിപാടി. ഈ പ്രചരണ പരിപാടിയുടെ ഗുഡ്വിൽ അംബാസിഡറായിട്ട് നിയമിക്കപ്പെട്ടത് ആരാണ് എന്ന് ചോദിച്ചാൽ നടി മഞ്ജു വാര്യരാണ്. നടി മഞ്ജു വാര്യർ അല്ലെ? അപ്പോൾ സംസ്ഥാന വനിതാ കമ്മീഷൻ നടത്തി വരുന്ന പ്രചരണ പരിപാടി പറന്നുയരാം കരുത്തോടെ എന്ന പ്രചരണ പരിപാടി, അതിൻ്റെ ഗുഡ്വിൽ അംബാസിഡറായിട്ട് നിയമിക്കപ്പെട്ട മലയാള നടി ആര് എന്ന് ചോദിച്ചാൽ നടി മഞ്ജു വാര്യരാണ്. ഇത് പറയുമ്പോൾ വേറൊരു കാര്യം കൂടി നിങ്ങൾ ഓർത്തുകൊള്ളണം. അർബുദ രോഗത്തിനെതിരെ കേരള സർക്കാർ നടപ്പിൽ ആക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രചരണ പരിപാടിയുണ്ട്. അതാണ് ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം. ആ പ്രചരണ പരിപാടിയുടെ ഗുഡ്വിൽ അംബാസിഡറും ആരാണ്? നടി മഞ്ജു വാര്യരാണ് അല്ലേ? അത് പറയുമ്പോൾ വേറൊരു കാര്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽ വരണം. കേരള സർക്കാരിൻ്റെ അർബുദ രോഗവുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതിയുണ്ട്. അതാണ് സുകൃതം പദ്ധതി. കേരള സർക്കാരിൻ്റെ അർബുദ രോഗവുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതിയാണ് സുകൃതം പദ്ധതി അല്ലെ? ആ സുകൃതം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? അത് മമ്മൂട്ടിയാണ് അല്ലെ? സുകൃതം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആണ് മമ്മൂട്ടി. അതേസമയം അർബുദ രോഗത്തിനെതിരെയുള്ള കേരള സർക്കാരിൻ്റെ പ്രചരണ പരിപാടി ഏതാണ്? ആരോഗ്യമാനന്ദം അകറ്റാം അർബുദം. അതിൻ്റെ ഗുഡ്വിൽ അംബാസിഡർ ആണ് ആര്? നടി മഞ്ജു വാര്യർ. വേറൊരു കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. സംസ്ഥാന വനം വകുപ്പ് ഒരു ആപ്ലിക്കേഷൻ പുറത്തിറക്കിയിട്ടുണ്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതാണ്? സർപ്പ ആപ്ലിക്കേഷൻ അല്ലെ? ആ സർപ്പ ആപ്ലിക്കേഷന്റെ ബ്രാൻഡ് അംബാസിഡർ അതും ഒരു നടനാണ്. മലയാളത്തിലെ വളരെ പ്രസിദ്ധനായ ഒരു നടനാണ് ടോവിനോ തോമസ്. ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് 2025-2026 അധ്യയന വർഷത്തിലെ സ്കൂൾ കലോത്സവം, 2025-2026 അധ്യയന വർഷത്തിലെ സ്കൂൾ കലോത്സവം എവിടെ വെച്ച് നടന്നു എന്ന് നിങ്ങൾക്കറിയാം. ഈ അടുത്ത കാലത്താണ് അത് നടന്നത്. എവിടെ വെച്ചാണ് നടന്നത്? അത് തൃശ്ശൂർ വെച്ചിട്ടാണ് നടന്നത് അല്ലെ? അപ്പോൾ 2025-2026 സ്കൂൾ കലോത്സവം അതിൻ്റെ വേദി തൃശ്ശൂരായിരുന്നു. ആ കലോത്സവത്തിൽ കിരീടം നേടിയത് ഏത് ജില്ലയാണ്? കലോത്സവത്തിൽ കിരീടം നേടിയത് കണ്ണൂർ ജില്ലയാണ് അല്ലെ? അപ്പോൾ കലോത്സവം നടന്നത് തൃശ്ശൂരാണ്, കിരീടം നേടിയത് കണ്ണൂർ ജില്ലയാണ്. അതുപോലെ വേറൊരു കാര്യം കൂടി അവിടെ ഓർത്തു വയ്ക്കണം. 2025-2026 അധ്യയന വർഷത്തിലെ
സ്കൂൾ ശാസ്ത്ര ഉത്സവം. സ്കൂൾ ശാസ്ത്ര ഉത്സവം അതിന് വേദിയായിരുന്നത് പാലക്കാടാണ്. 2025-2026 സ്കൂൾ ശാസ്ത്രോത്സവത്തിന് വേദിയായത് പാലക്കാട് ജില്ലയാണ്. കിരീടം നേടിയത് മലപ്പുറം ജില്ലയാണ്. കിരീടം നേടിയത് മലപ്പുറം ജില്ലയാണ്. അതുപോലെ 2025-2026 അധ്യയന വർഷത്തിലെ സ്കൂൾ കായികോത്സവം അല്ലെ, സ്കൂൾ കായികോത്സവത്തിന് വേദിയായത് തിരുവനന്തപുരം ജില്ലയാണ്. 2025-2026 സ്കൂൾ കായികോത്സവം അത് 2025 ഒക്ടോബർ മാസത്തിലാണ് നടന്നത്. അതിന് വേദിയായത് തിരുവനന്തപുരമാണ്. ഓവറോൾ കിരീടം, ആ പറഞ്ഞ കായികോത്സവത്തിൽ ഓവറോൾ കിരീടം നേടിയതും ഏത് ജില്ല തന്നെയാണ്? തിരുവനന്തപുരം ജില്ല തന്നെയാണ്. അവിടെയും ആ കായികോത്സവത്തിന് ഒരു ബ്രാൻഡ് അംബാസഡർ ഉണ്ടായിരുന്നു. 2025-2026 സ്കൂൾ കായികോത്സവത്തിന്റെ ബ്രാൻഡ് അംബാസഡർ ആരാണ്? സഞ്ജു സാംസൺ ആയിരുന്നു. അതേസമയം 2025-2026 സ്കൂൾ കായികോത്സവത്തിന്റെ ഗുഡ്വിൽ അംബാസഡർ ഒരു നടിയായിരുന്നു, കീർത്തി സുരേഷ്. അതുപോലെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന മറ്റൊരു പോയിന്റ് കൂടി അവിടെയുണ്ട്. 2025-2026 സ്കൂൾ കായികോത്സവത്തിന്റെ ഭാഗ്യചിഹ്നമായിരുന്നത് തങ്കു എന്ന് പറയുന്ന, തങ്കു എന്ന പേരിലുള്ള മുയൽക്കുട്ടിയാണ് എന്നുള്ളതും കൂടി ഓർത്തു വയ്ക്കണം. അപ്പോൾ 2025-2026 സ്കൂൾ കലോത്സവത്തിന്റെ വേദി തൃശ്ശൂര്, കിരീടം നേടിയത് കണ്ണൂര്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. നമുക്കറിയാം കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പമാണ് കണിക്കുന്ന എന്നറിയാം. കേരളത്തിന്റെ ഔദ്യോഗിക വൃക്ഷമാണ് തെങ്ങ് എന്നറിയാം അല്ലെ. കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷിയാണ് മലമുഴക്കി വേഴാമ്പൽ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സംസ്ഥാന തലത്തിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് സൂക്ഷ്മാണുക്കൾക്ക് അംഗീകാരം നൽകുന്ന ആദ്യ സംസ്ഥാനമായിട്ട് കേരളം മാറുകയാണ്. അതായത് ഇന്ത്യ രാജ്യത്ത് തന്നെ സംസ്ഥാന തലത്തിൽ സൂക്ഷ്മാണുക്കൾക്ക് അംഗീകാരം നൽകുന്ന ആദ്യ സംസ്ഥാനം എന്നുള്ള ബഹുമതി ഏത് സംസ്ഥാനത്തിനാണ് എന്ന് ചോദിച്ചാൽ ഏത് സംസ്ഥാനത്തിനാണ്? കേരളത്തിനാണ്. കേരളത്തിന് ഇപ്പോൾ ഔദ്യോഗികമായിട്ടുള്ള ഒരു സൂക്ഷ്മാണുണ്ട്. കേരളത്തിലെ ഔദ്യോഗിക സൂക്ഷ്മാണു അല്ലെങ്കിൽ ഔദ്യോഗിക മൈക്രോബായിട്ട് പെടുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ ബാസിലസ് സബ്റ്റിലസ് എന്ന് പറയുന്ന സൂക്ഷ്മാണുവാണ്. കേരളത്തിലെ ഔദ്യോഗിക സൂക്ഷ്മാണുവായിട്ട് പ്രഖ്യാപിക്കപ്പെടുന്നത് ബാസിലസ് സബ്റ്റിലസ് എന്ന് പറയുന്ന സൂക്ഷ്മാണുവാണ്. ഇങ്ങനെ സ്വന്തമായിട്ട് സൂക്ഷ്മാണു, സംസ്ഥാന സൂക്ഷ്മാണു ഉള്ള ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സംസ്ഥാനമാണ് ഏത്? കേരളം. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു പോയിന്റിലോട്ട് വരാം. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, ജീവശാസ്ത്ര ഭാഗത്തൊക്കെ കാർഷിക ഗവേഷണ സ്ഥാപനങ്ങളെ കുറിച്ചൊക്കെ പഠിക്കാനുണ്ട്. അവിടെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്, കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്ത് ശ്രീകാര്യത്താണ് അല്ലെ. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്ത് ശ്രീകാര്യത്താണ്. ശ്രീകാര്യത്തുള്ള കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് വികസിപ്പിച്ചെടുത്ത ഔഷധ ഗുണമുള്ള പർപ്പിൾ നിറമുള്ള ചേമ്പിനമാണ് ഡാഷ് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ജാമുനി എന്നാണ്. എന്താണ്? ജാമുനി. അപ്പൊ ഞാൻ എന്താണ് പറഞ്ഞത്? തിരുവനന്തപുരത്തുള്ള കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് വികസിപ്പിച്ചെടുത്ത ഔഷധ ഗുണമുള്ളതും പിന്നെ അത് കഴിഞ്ഞിട്ട് പർപ്പിൾ നിറമുള്ളതുമായിട്ടുള്ള എന്തിനം? ചേമ്പിനമാണ് ഏത്? ജാമുനി. അവിടെ വേറൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഈ കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം വാണിജ്യവൽക്കരണത്തിനുള്ള ലൈസൻസ് നൽകിയ ആദ്യ കിഴങ്ങിനവും ഏത് തന്നെയാണ്? ചേമ്പാണ്. അതായത് ഈ പറഞ്ഞ ജാമുനി എന്ന് പറയുന്ന ചേമ്പിനമാണ്. അപ്പോൾ അത് എങ്ങനെയാണ് പറഞ്ഞത്? കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം വാണിജ്യവൽക്കരണത്തിനുള്ള ലൈസൻസ് ആദ്യമായി നൽകിയ കിഴങ്ങിനം ഏത് എന്ന് ചോദിച്ചാൽ ജാമുനി എന്നറിയപ്പെടുന്ന ചേമ്പിനമാണ് എന്നുകൂടി മനസ്സിലാക്കി വയ്ക്കുക. വളരെ നല്ല പോയിന്റ് ആണ്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. ജനപ്രാതിനിധ്യ നിയമം 1951. ജനപ്രാതിനിധ്യ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയത് എന്നാണ് എന്നൊരു പക്ഷേ പരീക്ഷയ്ക്ക് ചോദിച്ചേക്കാം. 1951 അല്ലെ. നമുക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട്. നമ്മുടെ ഭരണഘടനയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ജനപ്രതിനിധികളുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ പറയുന്ന ഒരു നിയമം നമ്മുടെ രാജ്യത്തുണ്ട്. അതാണ് ജനപ്രാതിനിധ്യ നിയമം 1951. ആ നിയമത്തിലെ ഒരു സെക്ഷൻ, ആ സെക്ഷൻ ഒന്ന് ശ്രദ്ധിച്ചു വെക്കണം. സെക്ഷൻ
8(3). സെക്ഷൻ 8(3). സെക്ഷൻ 8(3) പറയുന്ന കാര്യം എന്താണ്? ഒരു ജനപ്രതിനിധി ഒരു കുറ്റകൃത്യത്തിന്മേൽ 2 വർഷമോ അതിൽ കൂടുതലോ ശിക്ഷിക്കപ്പെട്ടാൽ അദ്ദേഹത്തിൻ്റെ അംഗത്വം എന്താവും? റദ്ദാവും എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. ഒരു ജനപ്രതിനിധി 2 വർഷമോ അതിൽ കൂടുതലോ ശിക്ഷിക്കപ്പെട്ടാൽ, അല്ലെ, കോടതി വഴി ശിക്ഷിക്കപ്പെട്ടാൽ അദ്ദേഹത്തിൻ്റെ എന്താണ്? അംഗത്വം റദ്ദാക്കപ്പെടും എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 8(3). അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും, ജനപ്രാതിനിധ്യ നിയമം 1951. ഈ നിയമത്തിൽ ഒരു ജനപ്രതിനിധി 2 അതിലധികമോ വർഷം ഒരു കുറ്റകൃത്യത്തിന്മേൽ ശിക്ഷിക്കപ്പെട്ടാൽ അയോഗ്യനാക്കപ്പെടും എന്ന് പ്രതിപാദിക്കുന്നത് ഏത് സെക്ഷനിലാണ് എന്ന് ചോദിച്ചാൽ സെക്ഷൻ 8(3)ലാണ്. അയോഗ്യനാക്കപ്പെടും എന്നത് മാത്രമല്ല, അയാൾക്ക് പിന്നീടുള്ള ഒരു 6 വർഷത്തേക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും കഴിയത്തില്ല. അപ്പോൾ 2 വർഷം അല്ലെങ്കിൽ അതിൽ കൂടുതൽ, അല്ലെ? എന്തിനാണ് ഈ പറഞ്ഞ കാര്യം ഇപ്പോൾ പറഞ്ഞത്? ജനപ്രാതിനിധ്യ നിയമം 1951 സെക്ഷൻ 8(3). ഇവിടെ ഇപ്പോൾ സൂചിപ്പിച്ചതിൻ്റെ കാര്യം എന്താണ്? തൊണ്ടിമുതലിൽ തിരിമറി നടത്തിയ കേസിൽ കേരളത്തിലെ ഒരു MLA ശിക്ഷിക്കപ്പെട്ടു, അല്ലെ? നെടുമങ്ങാട് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 3 കൊല്ലത്തേക്ക് കേരളത്തിലെ ഒരു MLA ശിക്ഷിച്ചു. എന്ത് കേസിലാണ്? തൊണ്ടി മുതലിൽ തിരിമറി നടത്തിയ കേസിൽ, അല്ലെ? അപ്പൊ തൊണ്ടി മുതൽ എന്താണെന്ന് ഞാൻ പറയുന്നില്ല, തിരിമറി എന്താണെന്ന് ഞാൻ പറയുന്നില്ല, ആ കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ തൊണ്ടി മുതലിൽ തിരിമറി നടത്തിയ കേസിൽ ഒരു ജനപ്രതിനിധി ഈ അടുത്ത കാലത്ത് 3 കൊല്ലത്തേക്ക് ശിക്ഷിക്കപ്പെട്ടു. നെടുമങ്ങാട് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ശിക്ഷിച്ചത്. ആരെയാണ് എന്ന് നിങ്ങൾക്കറിയാം? ആന്റണി രാജു MLA, അല്ലെ? അപ്പോൾ അദ്ദേഹത്തെ ശിക്ഷിച്ചത് 3 കൊല്ലത്തേക്കാണ്. അപ്പോൾ അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വരത്തില്ല. കാരണം 3 കൊല്ലത്തേക്ക് ശിക്ഷിക്കപ്പെടുമ്പോൾ തന്നെ എന്തായി? അയോഗ്യതയായി. പിന്നെ രാജിവെക്കേണ്ടി വരത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു കേസ് ഈ അടുത്ത കാലത്തുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യപ്പെട്ട നിയമമാണ് ജനപ്രാതിനിധ്യ നിയമം 1951, അതുപോലെ സെക്ഷൻ 8(3). ഇനി അത് കഴിഞ്ഞിട്ട് നല്ലൊരു ചോദ്യമാണ്. 2026 ജനുവരിയിൽ മരണപ്പെട്ട കേരള ഹൈക്കോടതിയിലെ മുൻ ജഡ്ജ് ആരെന്ന് ചോദിച്ചാൽ ജസ്റ്റിസ് സിരി ജഗനാണ്. 2026 ജനുവരിയിൽ അന്തരിച്ച കേരള ഹൈക്കോടതിയിലെ മുൻ ജഡ്ജ് ആരാണ്? ജസ്റ്റിസ് സിരി ജഗനാണ്. ജസ്റ്റിസ് സിരി ജഗന്റെ കാര്യം പറയുമ്പോൾ വേറൊരു കാര്യം നിങ്ങളുടെ മനസ്സിലോട്ട് വരണം. ഇന്ന് കേരളത്തിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് തെരുവ് നായ പ്രശ്നമാണ്, അല്ലെ? വഴി കൂടെ പോകുന്നവരെല്ലാം തെരുവ് നായയുടെ കടി കൊള്ളുന്ന ഒരു സാഹചര്യത്തിലോട്ട് വന്നു. അപ്പോൾ ഇത് കൈകാര്യം ചെയ്യുന്ന അവസരത്തിൽ സുപ്രീം കോടതിയും കേരളത്തിലെ തെരുവ് നായ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഒരു കമ്മിറ്റി രൂപീകരിക്കാൻ നിർദ്ദേശിച്ചിരുന്നു. ആ കമ്മിറ്റിയുടെ അധ്യക്ഷനായിട്ട് അന്ന് നിയമിച്ചത് ആരെയാണ്? ജസ്റ്റിസ് സിരി ജഗനെയാണ്. ഈ അടുത്ത കാലം വരെ ഈ തെരുവ് നായ പ്രശ്നവുമായി ബന്ധപ്പെട്ട് സിരി ജഗൻ കമ്മിറ്റി നിലവിലുണ്ടായിരുന്നു. ഈ അടുത്ത കാലത്ത് വന്ന വാർത്ത അനുസരിച്ച് അതിന് വേണ്ടത്ര ഫണ്ട് കിട്ടാത്തതുകൊണ്ട് ആ കമ്മിറ്റിയുടെ പ്രവർത്തനം നിലച്ചു എന്നാണ് നമ്മൾ അറിഞ്ഞത്. അപ്പോൾ സിരി ജഗൻ ഇപ്പോൾ മരണപ്പെട്ടു. 2026 ജനുവരിയിൽ മരണപ്പെട്ടു. ഹൈക്കോടതിയുടെ മുൻ ജഡ്ജായിരുന്നു, കേരള ഹൈക്കോടതിയുടെ മുൻ ജഡ്ജായിരുന്നു ആര്? സിരി ജഗൻ. അത് മാത്രമല്ല, തെരുവ് നായ പ്രശ്നത്തിൽ സുപ്രീം കോടതി രൂപീകരിച്ച കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നതും ആരാണ്? ജസ്റ്റിസ് സിരി ജഗനാണ്. അപ്പൊ അതൊന്ന് ഓർത്തു വെക്കണം, നല്ലൊരു ചോദ്യമാണ്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. 2024-2025 സാമ്പത്തിക അവലോകന റിപ്പോർട്ട്. 2024-2025 സാമ്പത്തിക അവലോകന റിപ്പോർട്ട് നിങ്ങൾക്ക് എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു ഭാഗം സിലബസിലുണ്ട്. അവിടെ ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ചോദ്യമാണ്. ഇത് കേരള സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക അവലോകന റിപ്പോർട്ടാണ്. നമ്മൾ കേരളവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിക്കുന്നത്. 2024-25 കേരള സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക അവലോകന റിപ്പോർട്ട്. ഈ അവലോകന റിപ്പോർട്ട് തയ്യാറാക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ സംസ്ഥാന ആസൂത്രണ ബോർഡാണ്. സംസ്ഥാന ആസൂത്രണ ബോർഡ്. ഇതിപ്പോൾ വാർത്തയിൽ വന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ സംസ്ഥാന ആസൂത്രണ ബോർഡ് തയ്യാറാക്കിയ സാമ്പത്തിക അവലോകന റിപ്പോർട്ട് ബജറ്റ് അവതരണത്തിന് തൊട്ട് മുമ്പായിട്ട് സംസ്ഥാന ധനകാര്യമന്ത്രി നിയമസഭയിൽ അവതരിപ്പിച്ചിരുന്നു, അല്ലെങ്കിൽ നിയമസഭയിൽ സമർപ്പിച്ചിരുന്നു. അങ്ങനെ വാർത്തയിൽ വന്നതാണ്. അപ്പോൾ 2024-25 കേരള സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക അവലോകന റിപ്പോർട്ട് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ കേരളത്തിൻ്റെ GDP-യിൽ, അതായത് മൊത്ത ആഭ്യന്തര ഉൽപ്പാദനത്തിൽ വർധനവുണ്ടായിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനത്തിൽ വർധനവ് അല്ലെങ്കിൽ വളർച്ച ഉണ്ടായിട്ടുണ്ട്.
ആ വളർച്ച 2024-2025 സാമ്പത്തിക അവലോകന റിപ്പോർട്ട് പ്രകാരം കേരളത്തിന്റെ മൊത്ത ആഭ്യന്തര ഉൽപാദനത്തെ രംഗത്തെ വളർച്ച എത്രയാണ് എന്ന് ചോദിച്ചാൽ 6.19%. കേരളത്തിന്റെ GDP-യിലുള്ള വളർച്ച 2024-25 സാമ്പത്തിക വർഷത്തിലെ GDP-യിലുള്ള വളർച്ച എത്രയാണ്? 6.19%. ആ നമ്പർ പഠിച്ചു വെക്കണം. 6.19% മൊത്ത ആഭ്യന്തര ഉൽപാദനം അല്ലെ. ആഭ്യന്തര ഉൽപാദനത്തിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ അവിടെ ഈ പറഞ്ഞ എക്കണോമിക് സെക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്നൊരു കാര്യം പഠിച്ചിട്ടുണ്ട്. അതായത് പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല. ഇപ്പൊ ഇന്ത്യയുടെ ആഭ്യന്തര ഉൽപാദനമൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് ഇന്ത്യയിലെ മൊത്ത ആഭ്യന്തര ഉൽപാദനം അല്ലെങ്കിൽ GDP. ആ GDP-യിലോട്ട് കൂടുതൽ സംഭാവന നൽകുന്നത് തൃതീയ മേഖലയാണ് എന്ന് പഠിച്ചിട്ടുണ്ട്. തൃതീയ മേഖല കഴിഞ്ഞാൽ ഇന്ത്യൻ ഈ പറഞ്ഞ എന്താണ് GDP-യിലോട്ട് കൂടുതൽ സംഭാവന നൽകുന്നത് ദ്വിതീയ മേഖലയാണ് അല്ലെ. വളരെ കുറച്ച് സംഭാവനയാണ് ആര് നൽകുന്നത്? കാർഷിക മേഖല അഥവാ പ്രാഥമിക മേഖല നൽകുന്നത് അല്ലെ. അപ്പൊ പ്രാഥമിക മേഖലയ്ക്കകത്ത് വരുന്നത് എന്താണ്? കൃഷിയും അനുബന്ധ കാര്യങ്ങളുമാണ്. ദ്വിതീയ മേഖലയിൽ വരുന്ന എന്താണ്? വ്യവസായവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ്. തൃതീയ മേഖല എന്ന് പറയുന്നത് എന്താണ്? സേവന മേഖലയാണ് അല്ലെ. ഇപ്പൊ ഇവിടെ കേരളത്തിന്റെ ആഭ്യന്തര ഉൽപാദനം വർദ്ധിച്ചു എന്ന് പറയുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്നത്, കേരളത്തിന്റെ ആഭ്യന്തര ഉൽപാദനത്തിൽ ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്നത് എന്തെന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ കാര്യം പറഞ്ഞതുപോലെയാണ്, തൃതീയ മേഖലയാണ്. അതായത് സർവീസ് സെക്ടറാണ് കേരളത്തിന്റെ ആഭ്യന്തര ഉൽപാദനം GDP-യിൽ ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്നത്. അപ്പോൾ അത് നല്ല രീതിയിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. അതായത് തൃതീയ മേഖല പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. തൃതീയ മേഖലയിൽ പ്രധാനമായിട്ടും IT അതുപോലെ തന്നെ എന്താണ് ടൂറിസം രംഗമാണ് കൂടുതൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് ഈ പറഞ്ഞ സാമ്പത്തിക അവലോകന റിപ്പോർട്ടിൽ പറയുന്നത്. കാർഷിക രംഗത്തും ഗണ്യമായിട്ടുള്ള പുരോഗതിയുണ്ട്. കാർഷിക രംഗത്ത് മുൻ വർഷത്തെ അപേക്ഷിച്ച് 2.36% വർധനവ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് സാമ്പത്തിക അവലോകന റിപ്പോർട്ട് പറയുന്നത്. അപ്പോൾ സാമ്പത്തിക അവലോകന റിപ്പോർട്ട് 2024-25. ഇനി ഈ സാമ്പത്തിക അവലോകന റിപ്പോർട്ടിൽ കേരളത്തിൻ്റെ ആളോഹരി വരുമാനത്തെക്കുറിച്ചും പറയുന്നുണ്ട്. കേരളത്തിൻ്റെ ആളോഹരി വരുമാനം ഇന്ത്യയുടെ ആളോഹരി വരുമാനത്തെക്കാൾ കൂടുതലാണ്. കേരളത്തിൻ്റെ ആളോഹരി വരുമാനം എന്ന് പറയുന്നത് 1,90,000 രൂപയാണ്. 1,90,000 രൂപയാണ് കേരളത്തിലെ ആളോഹരി വരുമാനം അല്ലെങ്കിൽ പ്രതിശീർഷ വരുമാനം. അവിടെ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളോഹരി വരുമാനം ഉള്ളത് ഏത് ജില്ലയിലാണ് എന്ന് ചോദിച്ചാൽ എറണാകുളം ജില്ലയിലാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളോഹരി വരുമാനം ഉള്ളത് ഏത് ജില്ലയിലാണ്? എറണാകുളം ജില്ലയിലാണ്. രണ്ടാം സ്ഥാനത്ത് അത്ഭുതപ്പെടുത്തിക്കൊണ്ടൊരു ജില്ലയുണ്ട്. ഏതാണെന്ന് ചോദിച്ചാൽ ആലപ്പുഴയാണ്. എറണാകുളം കഴിഞ്ഞാൽ ആളോഹരി വരുമാനത്തിൻ്റെ കാര്യത്തിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ആലപ്പുഴയാണ്. മൂന്നാം സ്ഥാനത്ത് കൊല്ലമാണ്. അപ്പോൾ ആ 3 സ്ഥാനങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ആദ്യ സ്ഥാനത്ത് എറണാകുളമാണ്, രണ്ടാം സ്ഥാനത്ത് ആലപ്പുഴയാണ്. അത് അത്യാവശ്യം അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. രണ്ടാം സ്ഥാനത്ത് ആലപ്പുഴ വന്നു എന്നുള്ളത് അത്യാവശ്യം അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എറണാകുളമുണ്ട്, ആലപ്പുഴയുണ്ട്, മൂന്നാം സ്ഥാനത്താണ് ഏതുള്ളത്? കൊല്ലം ജില്ലയുള്ളത്. ആളോഹരി വരുമാനത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും പിന്നിലുള്ള ജില്ല ഏതെന്ന് ചോദിച്ചാൽ അത് മലപ്പുറമാണ്. ആളോഹരി വരുമാനത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും പിന്നിലുള്ള ജില്ല ഏതാണ്? അത് മലപ്പുറമാണ് എന്നുകൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. അതുപോലെ തന്നെ ഈ സാമ്പത്തിക അവലോകന റിപ്പോർട്ടിൽ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പട്ടണങ്ങളുള്ള ജില്ല, കേരളത്തിൽ ഏറ്റവും കൂടുതൽ പട്ടണങ്ങളുള്ള ജില്ല ഏത് എന്ന് ചോദിച്ചാൽ സാമ്പത്തിക അവലോകന റിപ്പോർട്ട് പ്രകാരം 2024-25 സാമ്പത്തിക അവലോകന റിപ്പോർട്ട് പ്രകാരം തൃശ്ശൂർ ജില്ലയാണ്. എറണാകുളം എന്ന് എഴുതി തെറ്റിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ 2024-2025 സാമ്പത്തിക അവലോകന റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ പട്ടണങ്ങളുള്ള ജില്ല ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് തൃശ്ശൂർ ജില്ലയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. കേരള ബജറ്റ് 2026. നമുക്കറിയാം നമ്മുടെ ധനകാര്യമന്ത്രി അല്ലെ, നിലവിലെ ധനകാര്യമന്ത്രി KN ബാലഗോപാലാണ് അല്ലെ. അപ്പോൾ ആ KN ബാലഗോപാലിൻ്റെ 6ാമത് ബജറ്റാണ്, അദ്ദേഹം അവതരിപ്പിക്കുന്ന 6ാമത് ബജറ്റാണ് ഇപ്പോൾ നടന്നത്. നിങ്ങൾക്കറിയാം കേരളത്തിലെ ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച ധനകാര്യമന്ത്രി KM മാണിയാണ് അല്ലെ. അതുപോലെ കേരളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ബജറ്റ് പ്രസംഗം നടത്തിയത് തോമസ് ഐസക്കാണ്. അതുപോലെ കേരളത്തിൽ ആദ്യമായിട്ട് പേപ്പർ രഹിത ബജറ്റ് അവതരിപ്പിച്ചത് KN ബാലഗോപാലാണ്. എന്തായാലും KN ബാലഗോപാലിൻ്റെ 6ാമത് ബജറ്റാണ് 2026 ജനുവരി 29 കേരള നിയമസഭയിൽ അദ്ദേഹം അവതരിപ്പിച്ച ബജറ്റ്. ആ ബജറ്റിൽ കുറച്ച് പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു പദ്ധതിയാണ് അൻപ വീട് എന്ന് പറയുന്ന പദ്ധതി. എന്ത് വീട്?
അൻപ് വീട്. അൻപ് വീട് പദ്ധതി ആർക്കുള്ള പദ്ധതിയാണ് എന്ന് ആദ്യം മനസ്സിലാക്കണം. ബൗദ്ധിക വെല്ലുവിളി നേരിടുന്നവർക്ക്, ബൗദ്ധിക അതായത് മാനസിക ബൗദ്ധിക വെല്ലുവിളി നേരിടുന്നവർക്കുള്ള അവരുടെ പരിചരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പദ്ധതിയാണ് അൻപ് വീട് പദ്ധതി. അപ്പോൾ ബൗദ്ധിക വെല്ലുവിളി നേരിടുന്നവരുടെ പ്രാദേശിക തലത്തിലുള്ള പരിചരണത്തിനായിട്ടുള്ള പദ്ധതിയാണ് ഏത്? അൻപ് വീട് പദ്ധതി. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും? 2026-27 കേരള ബജറ്റിൽ ബൗദ്ധിക വെല്ലുവിളി നേരിടുന്നവർക്കായിട്ട് പ്രഖ്യാപിച്ച പുതിയ പദ്ധതി, പരിചരണ പദ്ധതി ഏത് എന്ന് ചോദിച്ചാൽ അത് അൻപ് വീട് പദ്ധതിയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഈ ബജറ്റിൽ ഒരു ചരിത്ര ഗവേഷണ സെന്റർ പൊന്നാനിയിൽ സ്ഥാപിക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. ഈ ബജറ്റ് പ്രകാരം 2026-27 ബജറ്റിൽ ഒരു ചരിത്ര ഗവേഷണ സെന്റർ എവിടെ ആരംഭിക്കുമെന്ന് പറഞ്ഞു? പൊന്നാനിയിൽ ആരംഭിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ പൊന്നാനിയിൽ കേരള സർക്കാർ ഈ ബജറ്റ് പ്രകാരം പ്രഖ്യാപിച്ചിട്ടുള്ള ചരിത്ര ഗവേഷണ സെന്റർ ആരുടെ പേരാണ് നൽകുന്നത് എന്ന് ചോദിച്ചാൽ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ. ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ എന്ന് പറയുന്ന ഒരു ഇസ്ലാം പണ്ഡിതന്റെ പേരിലാണ് പൊന്നാനിയിലുള്ള ചരിത്ര ഗവേഷണ സെന്റർ ആരംഭിക്കുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കണം. നിങ്ങൾ കേരള ചരിത്രമൊക്കെ പഠിക്കുന്നുണ്ട്. കേരള ചരിത്രം പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരാളെക്കുറിച്ച് പഠിക്കും. 16-ാം നൂറ്റാണ്ടിൽ കോഴിക്കോട് ജീവിച്ചിരുന്ന ഇസ്ലാമിക പണ്ഡിതനാണ് ആര്? ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ, അല്ലെ? ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ. ഇദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു പുസ്തകമുണ്ട്, തുഹ്ഫത്തുൽ മുജാഹിദീൻ. തുഹ്ഫത്തുൽ മുജാഹിദീൻ. പോർച്ചുഗീസുകാർ കോഴിക്കോട് ആക്രമിച്ചപ്പോൾ പോർച്ചുഗീസുകാർക്കെതിരെ വിശുദ്ധ യുദ്ധത്തിന് തയ്യാറാകാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമന്റെ പുസ്തകമാണ് ഏത്? തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്ന പുസ്തകം. അപ്പോൾ അദ്ദേഹത്തിന്റെ പേരിലാണ് ചരിത്ര ഗവേഷണ സെന്റർ ഈ പറഞ്ഞ ബജറ്റ് പ്രകാരം എവിടെ ആരംഭിക്കുന്നത്? പൊന്നാനിയിൽ ആരംഭിക്കുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് ഈ ബജറ്റിൽ കേട്ട ഒരു പേരാണ് കാവാരിക്കുളം കണ്ടൻ കുമാരൻ. കാവാരിക്കുളം കണ്ടൻ കുമാരൻ പറയ സമുദായത്തിൽപ്പെടുന്ന ഒരു നവോത്ഥാന നായകനാണ് കാവാരിക്കുളം കണ്ടൻ കുമാരൻ. പറയ സമുദായത്തിൽപ്പെട്ട കാവാരിക്കുളം കണ്ടൻ കുമാരൻ. ഈ ബജറ്റിൽ പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരത്ത് നേമത്ത് ഇദ്ദേഹത്തിന്റെ ഒരു സ്മാരകം നിർമ്മിക്കുമെന്നാണ്. തിരുവനന്തപുരത്ത് നേമത്ത് ഇദ്ദേഹത്തിന്റെ ഒരു സ്മാരകം നിർമ്മിക്കുമെന്നാണ്. അപ്പം ഞാൻ പറഞ്ഞു പറയ സമുദായത്തിലെ നവോത്ഥാന നായകനാണ്. പറയ സമുദായത്തിൽപ്പെടുന്ന നവോത്ഥാന നായകനാണ്. ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരുന്ന വ്യക്തിയാണ് കാവാരിക്കുളം കണ്ടൻ കുമാരൻ. അപ്പോൾ ഇദ്ദേഹത്തിന്റെ സ്മാരകം വരുന്ന എവിടെയാണ്? തിരുവനന്തപുരത്ത് നേമത്താണ്. അപ്പം അങ്ങനെ കേൾക്കുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. ഇദ്ദേഹത്തിന്റെ ശരിക്കുള്ള ജില്ല, ഇദ്ദേഹം ജനിച്ചത് പത്തനംതിട്ട ജില്ലയിലാണ്. പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ലയ്ക്കടുത്ത് മല്ലപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് ആരുടെ ജനനം? കാവാരിക്കുളം കണ്ടൻ കുമാരന്റെ ജനനം. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് സാധുജന പരിപാലന സംഘം. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ആരാണ്? 1907 അയ്യങ്കാളിയാണ്, അല്ലെ? സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ആരാണ്? അയ്യങ്കാളിയാണ്. അതുപോലെ തന്നെ എന്താണ്? ബ്രഹ്മരക്ഷ പ്രത്യക്ഷ സാധുജന പരിപാലന സംഘം. ബ്രഹ്മരക്ഷ പ്രത്യക്ഷ സാധുജന പരിപാലന സംഘം 1913 സ്ഥാപിച്ചത് ആരെന്ന് ചോദിച്ചാൽ കാവാരിക്കുളം കണ്ടൻ കുമാരനാണ്. ഈ പറഞ്ഞ പേര് നിങ്ങൾ മനസ്സിൽ വയ്ക്കണം. ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തപ്പിപ്പിടിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇനി കേരള നവോത്ഥാന ഭാഗത്ത് ഒരു ചോദ്യം വരുമെങ്കിൽ അത് കാവാരിക്കുളം കണ്ടൻ കുമാരനുമായി ബന്ധപ്പെട്ടതായിരിക്കും. അപ്പോൾ അന്ന് ഒരു പുസ്തകത്തിലും അത് കാണത്തില്ല. അതിപ്പോൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കി പഠിച്ചോണം. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. 2024 കേരള സർക്കാർ നൽകുന്ന ശാസ്ത്ര പുരസ്കാരം. 2024 കേരള സർക്കാർ ശാസ്ത്ര പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്ന് ചോദിച്ചാൽ അത് ടെസി തോമസിനാണ്. 2024 കേരള സർക്കാർ ശാസ്ത്ര പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ടെസി തോമസിനാണ്, അല്ലെ? നിങ്ങൾക്കറിയാം DRDO ശാസ്ത്രജ്ഞയായിരുന്നു ആര്? ടെസി തോമസ്. അല്ലെങ്കിൽ നമ്മൾ വേറെ രീതിയിൽ പറയും എന്താണ്? ഇന്ത്യയുടെ മിസൈൽ വനിത. ഇന്ത്യയുടെ മിസൈൽ വനിത DRDO ശാസ്ത്രജ്ഞ ടെസി തോമസ്. ടെസി തോമസിനാണ് 2024 കേരള സർക്കാരിന്റെ ശാസ്ത്ര പുരസ്കാരം. 2023 കേരള സർക്കാർ ശാസ്ത്ര പുരസ്കാരം മുൻ ISRO അധ്യക്ഷൻ S സോമനാഥിനായിരുന്നു. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, അല്ലെ? അതേസമയം 2024 ഏറ്റവും ലേറ്റസ്റ്റ് അതാണ്. 2024 കേരള ശാസ്ത്ര പുരസ്കാരം ഇന്ത്യയുടെ മിസൈൽ വനിത എന്നറിയപ്പെടുന്ന
ടെസ്സി തോമസിനാണ്, മലയാളിയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഹരിവരാസനം പുരസ്കാരം. ഹരിവരാസനം പുരസ്കാരം നിങ്ങൾക്കറിയാം, ഹരിവരാസനം പുരസ്കാരം നൽകുന്നത് കേരള സർക്കാരാണ്, അല്ലെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ്, അല്ലേ? തിരുവിതാംകൂർ ദേവസ്വം ബോർഡും കേരള സർക്കാരും കൂടി നൽകുന്ന പുരസ്കാരമാണ് ഹരിവരാസനം പുരസ്കാരം. 2026 ഹരിവരാസന പുരസ്കാരം 2026 ഹരിവരാസന പുരസ്കാരം ജനുവരിയിൽ പ്രഖ്യാപിച്ചു. ആർക്കാണ് എന്ന് ചോദിച്ചാൽ തിരുവിഴ ജയശങ്കറിനാണ്. 2026 ഹരിവരാസന പുരസ്കാരം ആർക്കാണ്? തിരുവിഴ ജയശങ്കറിനാണ്. ആലപ്പുഴ സ്വദേശിയാണ് കലാകാരൻ. ആര്? തിരുവിഴ ജയശങ്കർ, അല്ലെ? കലാകാരൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം ദക്ഷിണേന്ത്യയിലെ തന്നെ വളരെ പ്രസിദ്ധനായിട്ടുള്ള നാദസ്വര വിദ്വാനാണ്. നാദസ്വര വിദ്വാൻ അല്ലെങ്കിൽ നാഗസ്വര വിദ്വാൻ എന്നൊക്കെ പറയും. അറിയപ്പെടുന്ന നാദസ്വര വിദ്വാനാണ് തിരുവിഴ ജയശങ്കർ. അപ്പോൾ 2026 ഹരിവരാസന പുരസ്കാരം ആർക്ക് എന്ന് ചോദിച്ചാൽ ഏറ്റവും ലേറ്റസ്റ്റ് ആണ് തിരുവിഴ ജയശങ്കറിനാണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് 2025 ഹരിവരാസന പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? അത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കാണ്, അല്ലെ? ഹരിവരാസന പുരസ്കാരം ആദ്യമായി ലഭിച്ചത് ആർക്കാണ് എന്ന് ചോദിച്ചാലോ അത് ഗായകൻ KJ യേശുദാസിനാണ്. ഹരിവരാസന പുരസ്കാരം നേടിയ ആദ്യ വനിത ആരെന്ന് ചോദിച്ചാലോ അത് KS ചിത്രയ്ക്കാണ് ഹരിവരാസന പുരസ്കാരം ആദ്യമായിട്ട് ലഭിക്കുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്ത വേറൊരു പുരസ്കാരത്തിലോട്ട് വരാം. ഓടക്കുഴൽ പുരസ്കാരം 2025 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ഒരു സാഹിത്യ വിമർശകനാണ്, EP രാജഗോപാലൻ, അല്ലെ? ഓടക്കുഴൽ പുരസ്കാരം നൽകുന്നത് ആര് എന്ന് നിങ്ങൾക്കറിയാം, ഗുരുവായൂരപ്പൻ ട്രസ്റ്റാണ്. ആ ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് നൽകുന്ന ഓടക്കുഴൽ പുരസ്കാരം 2025 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് സാഹിത്യ വിമർശകനായിട്ടുള്ള EP രാജഗോപാലനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കഥ, സാഹിത്യ വിമർശന കൃതിയുണ്ട്. ആ കൃതിയാണ് ഉൾക്കഥ. ഏതാണ്? ഉൾക്കഥ. സാഹിത്യ വിമർശന കൃതിയാണ് ഏത്? ഉൾക്കഥ. അപ്പോൾ 2025 ഓടക്കുഴൽ പുരസ്കാരം ഉൾക്കഥ എന്ന കൃതിക്കാണ് ലഭിച്ചത്. അതിൻ്റെ രചയിതാവ് EP രാജഗോപാലൻ. ശ്രദ്ധിച്ചു വയ്ക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു പോയിന്റാണ്. ഇനി അത് കഴിഞ്ഞിട്ട് കേരള സാഹിത്യ അക്കാദമി. കേരള സാഹിത്യ അക്കാദമിയുടെ മുൻ അധ്യക്ഷനാണ് സച്ചിദാനന്ദൻ, അല്ലെ? കേരള സാഹിത്യ അക്കാദമിയുടെ മുൻ അധ്യക്ഷനാണ് K സച്ചിദാനന്ദൻ. ആ സച്ചിദാനന്ദന്റെ ആത്മകഥയാണ് അവിരാമം. K സച്ചിദാനന്ദന്റെ ആത്മകഥയാണ് അവിരാമം. ഈ അടുത്ത കാലത്ത് വാർത്തയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ പ്രസിദ്ധീകരിക്കുന്ന K സച്ചിദാനന്ദന്റെ ആത്മകഥയാണ് ഏത്? അവിരാമം. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും, അവിരാമം ഏത് മലയാളത്തിലെ പ്രസിദ്ധ സാഹിത്യകാരൻ്റെ ആത്മകഥയാണെന്ന് ചോദിച്ചാൽ ആരുടേതാണ്? അത് K സച്ചിദാനന്ദന്റെയാണ്. ഇതുപോലെ നമ്മൾ വേറൊരു കാര്യം പഠിച്ചിട്ടുണ്ട്, M ലീലാവതിയുടെ ആത്മകഥ. M ലീലാവതിയുടെ ആത്മകഥയാണ് ഏത്? ധ്വനി പ്രയാണം. അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു പോയിന്റിലോട്ട് വരാം. 72ാമത് ദേശീയ വനിതാ വോളിബോൾ കിരീടം നേടിയത് ഏത് ടീമാണ്? 72ാമത് ദേശീയ വനിതാ വോളിബോൾ കിരീടം നേടിയത് ഏത് ടീമാണെന്ന് ചോദിച്ചാൽ കേരളമാണ്. 72ാമത് ദേശീയ വനിതാ വോളിബോൾ കിരീടം ഉത്തർപ്രദേശിലെ വാരണാസിയിൽ വെച്ചിട്ടാണ് ഈ ടൂർണമെന്റ് നടന്നത്. അതിൽ ദേശീയ വനിതാ വോളിബോൾ കിരീടം കേരളത്തിന് കിട്ടി. അതേസമയം ദേശീയ പുരുഷ വനിതാ വോളിബോൾ കിരീടം ലഭിച്ചത് റെയിൽവേസിനാണ്. ആർക്കാണ്? റെയിൽവേസിനാണ്. അപ്പോൾ 72ാമത് ദേശീയ വനിതാ വോളിബോൾ കിരീടം ഉത്തർപ്രദേശിലെ വാരണാസിയിൽ വെച്ച് നടന്ന ടൂർണമെന്റിൽ റെയിൽവേസ് എന്ന് പറയുന്ന ടീമിനെ തോൽപ്പിച്ച് കേരളം നേടി. അതേസമയം 72ാമത് ദേശീയ പുരുഷ വോളിബോൾ കിരീടം ഫൈനലിൽ കേരളത്തെ തോൽപ്പിച്ച് ആര് നേടി? റെയിൽവേസ് നേടി. രണ്ടിടത്തും കേരളം എവിടെയുണ്ട്? ഫൈനലിലുണ്ട്. വനിതകളിൽ വിജയിച്ചു, പുരുഷന്മാരുടെ കാര്യത്തിൽ തോറ്റു. രണ്ടിലും രണ്ട് ടീമുകൾ തന്നെയാണ് വന്നത്, കേരളവും റെയിൽവേസും. വനിതകളുടെ കാര്യത്തിൽ കേരളം ജയിച്ചു, പുരുഷന്മാരുടെ കാര്യത്തിൽ ആര് ജയിച്ചു? റെയിൽവേസ് ജയിച്ചു. അപ്പോൾ അതുകൂടി അവിടെ ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക. അപ്പോൾ നമ്മളിന്ന് 2026 ജനുവരി മാസത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേരളവുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് പഠിച്ചത്. എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടില്ല, കുറച്ച് കാര്യങ്ങൾ നോട്ടിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് കേട്ട് പഠിക്കുക, അതോടൊപ്പം തന്നെ നോട്ട്സും കൂടി വായിക്കുക. നോട്ട്സ് ഈ ക്ലാസ് കഴിഞ്ഞാൽ ഉടൻ തന്നെ ടെലഗ്രാം ചാനലിൽ നൽകാം. അപ്പോൾ ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം,
ഷെയർ ചെയ്യണം, പ്രോത്സാഹിപ്പിക്കണം. ഈ ചാനലിനെ നിങ്ങളുടെ കൂട്ടുകാരിലോട്ട് കൂടി എത്തിക്കണം. നിങ്ങളുടെ കമൻറ്റും ഷെയറും ലൈക്കും ഒക്കെയാണ് ഇങ്ങനെയുള്ള വീഡിയോകൾ ചെയ്യുന്നതിന് പ്രചോദനമാകുന്നത്. അത് നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.